നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികയായ രോഗിക്ക് അവഗണന. പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശിക്കാണ് ആശുപത്രി വരാന്തയിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. വൻകിട വ്യാപാര കുത്തകകളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പ് തന്നെ പാടെ തകർക്കുന്ന സ്ഥിതിയാണെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇത്തരം സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര നിയമങ്ങൾ ഉണ്ടാകണമെന്നും രാജു അപ്സര. അപൂർവ ഇനം ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായ മുണ്ടക്കയം പുത്തൻചന്ത കൈത്തറയിൽ നാസർ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 10 മാസമായി മെൽനോമ എന്ന ഗുരുതരമായ ക്യാൻസർ രോഗത്തിന്റെ പിടിയിലാണ് നാസർ. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വയോധികയായ രോഗിക്ക് അവഗണന. പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശിക്കാണ് ആശുപത്രി വരാന്തയിൽ ആംബുലൻസിൽ കഴിയേണ്ടി വന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും മെഡിക്കൽ ഓഫീസർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. കാലിന് മുറിവും പരിക്കുമേറ്റ് ചികിത്സ വേണ്ടി വന്ന ഇടുക്കി കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ മേരിക്കുട്ടി സെബാസ്റ്റ്യന് ഇടുക്കി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പരിശോധിച്ച ഡോക്ടർമാർ പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ പൈനാവ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ കണക്കിന് അവിടെ ചെന്നപ്പോൾ അവിടുന്ന് റെഫർ ചെയ്ത് അങ്ങനെ കളമശ്ശേരി ഞങ്ങൾ എത്തിയതാണ്. കളമശ്ശേരിയിൽ നിന്ന് റെഫർ ചെയ്ത് അവരുടെ നിർദ്ദേശം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടുന്ന് അമ്മയ്ക്ക് കൊടുക്കേണ്ട കെയർ അവിടുന്ന് പറ്റത്തുള്ളൂ, വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കുള്ള ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത്. അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ നിലവിലില്ല. അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ചികിത്സയാണ് ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല, 2 നേഴ്സുമാർ മാത്രമുണ്ട്. ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത്. തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുന്ന പോലെ ഈ അമ്മേനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലവിലില്ല. ഇപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. പലരെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പോരെ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം എന്നും പറഞ്ഞിരുന്നു. ആ ഒരു വാക്കിൻ്റെ വ്യവസ്ഥയിലാണ് ഞങ്ങളിവിടെ വരാൻ കാരണം. ഇപ്പോൾ ഇത്ര സമയമായി, ഇത്ര നേരം അമ്മ ആംബുലൻസ് തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു ആശയം ഇത് കിട്ടണില്ല. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമേ പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മേരിക്കുട്ടി സെബാസ്റ്റ്യൻ്റെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റ് ഡോക്ടർമാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ചയെ തിരിച്ചെത്തുകയുള്ളൂ എന്നും അന്ന് മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നും മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പിന്നീട് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിൽ നിലവിലില്ല. കിടത്തി ചികിത്സ ആരംഭിച്ചതായും 24 മണിക്കൂർ സേവനം ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗികൾക്ക് യാതൊരു സേവനവും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. അതിവിദഗ്ധ ചികിത്സകൾ ആവശ്യമില്ലാതെ പാലിയേറ്റീവ് പരിചരണം മാത്രം വേണ്ട ഒരു രോഗിക്ക് പോലും ഇവിടെ നിന്നും യാതൊരു സേവനവും നൽകാൻ മെഡിക്കൽ ഓഫീസർ തയ്യാറാവുന്നില്ല എന്നുള്ള വ്യാപക ആക്ഷേപമുണ്ട്. വിദൂര ജില്ലയിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസർ വല്ലപ്പോഴും മാത്രമാണ് ആശുപത്രിയിൽ എത്തുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ജില്ലാ അധികൃതരുടെ ഒത്താശയോടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണെന്ന് മുൻപും ആക്ഷേപമുയർന്നിരുന്നു. പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ നിർധന കുടുംബങ്ങൾ അധിവസിക്കുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏക ആരോഗ്യ കേന്ദ്രമായ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ അന്വേഷണം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വൻകിട വ്യാപാര കുത്തകകളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം ചെറുകിട കച്ചവടക്കാരുടെ നിലനിൽപ്പിനെ തന്നെ പാടെ തകർക്കുന്ന സ്ഥിതിയാണെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര നിയമങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈക്കം നഗരത്തിൽ അന്ധകാരത്തോടിൻ്റെ തീരത്ത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈക്കം യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈക്കം യൂണിറ്റ് പ്രസിഡന്റ് പി ശിവദാസ് അധ്യക്ഷത വഹിച്ചു.
ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി MKN പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ്, ഏകോപന സമിതി ജനറൽ സെക്രട്ടറി MR റെജി, വൈക്കം DYSP TB വിജയൻ, നഗരസഭാ ഉപാധ്യക്ഷൻ PT സുഭാഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് S ഹരിദാസ് നായർ, കൗൺസിലർ B ഗിരിജകുമാരി, മറ്റ് വൈക്കം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഞാനും അടങ്ങിയ ഒരു കമ്മിറ്റി വൈക്കത്ത് രൂപീകരിച്ചിട്ട് 18 വർഷമായി. 2000 മുതൽ 2007 വരെ വൈക്കത്ത് വ്യാപാരി സംഘടന പ്രവർത്തനമില്ലാതെ മന്ദീഭവിച്ചു കിടന്നപ്പോൾ ഇന്നത്തെ കോട്ടയത്തിന്റെ പ്രസിഡന്റായ MK തോമസ് കുട്ടിയാണ് ജനറൽ സെക്രട്ടറിയാണ് ജില്ലയുടെ. അദ്ദേഹവും ജില്ലാ പ്രസിഡന്റും KJ മാത്യുവും എല്ലാവരും കൂടി ഇവിടെ ഒരു പൊതുയോഗം വിളിക്കുകയും ആ പൊതുയോഗത്തിൽ ഒരു മെമ്പറായ ഞാനും പങ്കെടുത്തു. സത്യത്തിൽ പ്രസിഡന്റ് ആക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മീറ്റിംഗിൽ വരില്ല. കാര്യം അന്ന് വരെ ഞാൻ ഒരു വ്യാപാരം ചെയ്ത് എന്റെ കുടുംബം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നീ തോമസ് കുട്ടിയും എല്ലാവരും കൂടി പറഞ്ഞ് എന്നെ പ്രസിഡന്റായിട്ടും റെജിയെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒരു കമ്മിറ്റി രൂപീകരിച്ച്. കാരണം ഞങ്ങളെ ഒരു നൂറ്റാണ്ടായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഇതുപോലൊരു ഓഫീസ് കോഴിക്കോട് ജില്ലയിൽ പണിയാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ധരിക്കും ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ മുദ്രാവാക്യം വരുമ്പോൾ ആ ജനങ്ങൾ തടിച്ചുകൂടും, സമരം വിജയിക്കും. എന്നാൽ ആ പ്രശ്നം തീരുന്നതോടുകൂടി തദൈവ ആളുകളെല്ലാം പിരിഞ്ഞു പോകും, പിന്നെ വിളിച്ചാൽ കിട്ടുകയില്ല. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിന് ഇതുപോലൊരു ഓഫീസ് ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങളെ ഞങ്ങൾ കേരള സർക്കാർ കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയായി അംഗീകരിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി, ഇനി ഏകോപന സമിതിയെ സൂക്ഷിക്കണം, കഴിഞ്ഞ കാലത്തുള്ള ഏകോപന സമിതി പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാത്ത വിധത്തിൽ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു വെച്ചിരിക്കുന്നു. കാരണം അവനവന് കഴിക്കേണ്ട പണത്തിന്റെ ഒരു വിഹിതം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർ ചിലവഴിച്ച് അവന്റെ സ്വന്തം വീട് പണിയുന്നത് പോലെ 10,000 സ്ക്വയർ ഫീറ്റിൽ വ്യാപാര ഭവൻ പണിയുവാൻ ജനങ്ങൾ തയ്യാറായിരിക്കും. അപൂർവ ഇനം ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായ മുണ്ടക്കയം പുത്തൻചന്ത കൈതത്തറയിൽ നാസർ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കഴിഞ്ഞ 10 മാസമായി മെൽനോമ എന്ന ഗുരുതരമായ ക്യാൻസർ രോഗത്തിന്റെ പിടിയിലാണ് നാസർ. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ഇതുവരെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവഴിച്ചു. കാലിന്റെ തുടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം റേഡിയേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. ഏകമാർഗം ഇഞ്ചക്ഷൻ മാത്രമാണ്. അതിനായി ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷത്തിലധികം രൂപയാണ് വേണ്ടത്. ഇതേപോലെ 5-ലധികം ഇഞ്ചക്ഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുള്ള മരുന്നാകട്ടെ ഇന്ത്യയിലില്ല, വിദേശത്തു നിന്നും എത്തിക്കണം. ഇതിനു വേണ്ടിയുള്ള തുക എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. വർഷങ്ങളായി മുണ്ടക്കയത്തെ മീൻകടയിലെ ജീവനക്കാരനായിരുന്നു നാസർ. നാസറിന്റെ വരുമാനത്തിൽ നിന്നുമാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിലാണ് ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ടത്. എൻ്റെ പേര് നാസർ, പുത്തുനന്ദ താമസിക്കുന്നു, കൈതത്തറ വീട്. ഞാൻ 10 മാസമായിട്ട് എൻ്റെ കാലിൽ മെൽനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ പിടിപെട്ട് 10 മാസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിലവിൽ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എനിക്ക് റേഡിയേഷനോ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഇഞ്ചക്ഷനാണ്. ഒരു ഇഞ്ചക്ഷന് 2 ലക്ഷം രൂപ അടുത്ത് വില വരുന്നതാണ്.
അത് എത്ര എണ്ണം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നില്ല. നിലവിലൊരു 5 എണ്ണമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഞാൻ വർഷങ്ങളായിട്ടും മീൻകടയിൽ പോയി പണിതുകൊണ്ടിരിക്കുന്ന ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എൻ്റെ വീട്ടിലെ ചിലവും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. പിള്ളേർ 2 പേരുണ്ട്, 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ല ചിലവിനുള്ളത്. ചെറുക്കം പോയി എന്തെങ്കിലും ഇടയ്ക്ക് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുന്ന അവധി ദിവസങ്ങളിൽ കിട്ടുന്ന ആ ഇതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളും പിന്നെ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ സഹകരണം ഉണ്ടാകണം. എനിക്ക് സാമ്പത്തികമായ രീതിയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് നാസറിന്റെ കുടുംബം. ഇവരുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമായി നാസർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. സുമനസ്സുകളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ടു പോകുന്നതെന്ന് നാസർ പറയുന്നു. തുടർ ചികിത്സയ്ക്കായും നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം തേടുകയാണ് നാസറും കുടുംബവും. ഇതിനായി അക്കൗണ്ട് നമ്പരും നൽകിയിട്ടുണ്ട്. രോഗം എന്ന് പറയുന്ന ഇതിൽ എൻ്റെ ഈ തുടയുടെ അവിടെ നിന്നാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള വിഷയം വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് നിലവിൽ എനിക്ക് റേഡിയേഷനോ അങ്ങനെയുള്ള മറ്റു സംഗതികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെല്ലോമ എന്ന് പറയുന്ന ഈ സ്കിന്നിൻ്റെ പുറത്ത് വരുന്ന ഏറ്റവും കൂടിയ രീതിയിലുള്ള ഒരു ക്യാൻസറാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. കാല് 2ലും നീര് വരുന്നതുകൊണ്ടാണ് ബാൻഡേഡ് ചുറ്റി സംഗതി ഇരിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങാനോ മറ്റുള്ള ഒരു കാര്യങ്ങളും നടക്കുകയില്ല. അപ്പോൾ ഈ ഇതിനകത്തുനിന്ന് വെള്ളം വരുന്നതുകൊണ്ടാണ് ഈ ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ ഇഞ്ചക്ഷൻ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇമ്മ്യൂണിയോതെറാപ്പി എന്നാണ് ആ ഇഞ്ചക്ഷൻ്റെ പേര്. അതെടുക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ പാലാ നഗരസഭയിൽ നടത്തുന്ന സൗന്ദര്യവൽക്കരണം അപഹാസ്യമാണെന്ന് BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി. ടൗണിൽ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിച്ചിട്ട് വേണം സൗന്ദര്യവൽക്കരണം നടത്താനെന്നും BJP നേതാവ് പറഞ്ഞു. കാലാകാലങ്ങളായി മാറിവരുന്ന പാലായുടെ മുനിസിപ്പൽ ചെയർമാൻമാർ അവർക്ക് അവരുടെ പോക്കറ്റ് വികസിക്കുന്നതിനായി പാലായിലെ ഏറ്റവും വലിയൊരു വികസന പദ്ധതിയായി കണ്ടിരിക്കുന്നത് പാലായിലെ ചെടിച്ചട്ടികളും അതുപോലെ തന്നെയുള്ള ചെടിച്ചട്ടികൾ വെച്ചുള്ള നഗരവികസനമാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഒരൊറ്റ പബ്ലിക് ടോയ്ലറ്റുകൾ പോലും പാലായിലില്ലാത്ത അവസ്ഥയുള്ളപ്പോൾ പാലായ്ക്ക് വേണ്ടി കഴിഞ്ഞ മുനിസിപ്പൽ ചെയർമാൻമാർ ഇരുന്നപ്പോൾ ബൈപ്പാസിൽ ചെടിച്ചട്ടികളും ചെടികളുമെല്ലാം വെച്ച് പാലായെ വളരെ വേഗത്തിലുള്ള വികസനമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ചെടിച്ചട്ടികൾ പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള സമയത്ത് പാലായുടെ ഈ വികസനം ചെടിച്ചട്ടികളിലൂടെ നടക്കുമോ? പാലാ മുനിസിപ്പാലിറ്റിയുടെ ലോട്ട് കയറുമ്പോൾ ആ കവാടത്തിങ്ങളിരിക്കുന്ന ബോർഡ് ഏത് സമയത്തും നിലംപത്തി അതിലെ ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന ആ സ്ഥലത്ത് ആ ബോർഡ് എപ്പം വേണേലും നിലം പൊത്താവുന്ന ഇതിലാണ് ഇരിക്കുന്നത്. അതുപോലും മാറ്റാൻ സജ്ജരാകാത്ത പാലാ മുനിസിപ്പൽ കമ്മിറ്റി എന്തുകൊണ്ടാണ് പാലാ നഗരത്തിൽ ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നത്? പാലായുടെ വികസനം ചെടിച്ചട്ടികളിലൂടെ മാത്രം നടന്നാൽ പോരാ. പാലായിലെ ഗതാഗത കുരുക്കുകൾ ഉൾപ്പെടെയുള്ളവ എത്രയും പെട്ടെന്ന് മാറ്റി പാലായ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുവാൻ പാലാ മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ BJP അഭ്യർത്ഥിക്കുന്നു. പെട്ടിക്കടയിൽ വരയുടെ വർണ്ണമൊരുക്കി ഒരു ചിത്രകാരൻ. ചങ്ങനാശ്ശേരിക്ക് സമീപം തോട്ടക്കാട് കോട്ടുകുന്നേൽ PV സത്യനാണ് തൻ്റെ ചെറിയ കടയിലിരുന്ന് ഒഴിവുവേളകളിൽ ഫോട്ടോ പോലെ തെളിമയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. സത്യൻ വരയ്ക്കുന്ന മുഖങ്ങളിൽ നസീറിൻ്റെ ചിരിയും മമ്മൂട്ടിയുടെ ഗാംഭീര്യവും ചിത്രയുടെ ലാളിത്യവും എല്ലാം ഉണ്ട്. പരിമിതമായ ജീവിത സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ തിളക്കമാണ് ഈ പെട്ടിക്കടയ്ക്കുള്ളിൽ. മിഠായി ഭരണികൾക്കിടയിൽ സത്യന് വരയ്ക്കാൻ ഒരിടമുണ്ട്. അവിടെ ഇരുന്നുള്ള വരകളിലൂടെ സത്യനും നസീറും യേശുദാസും ചിത്രയും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ സത്യൻ്റെ കടയിലെത്തി. ഒഴിവ് വേളകളിലാണ് സത്യൻ്റെ വര.
ചെറുപ്പത്തിൽ കോട്ടയം വാസനിൽ നിന്നാണ് ചിത്രകല അഭ്യസിച്ചത്. എണ്ണച്ചായ ചിത്രങ്ങളും പെൻസിൽ ഡ്രോയിങ്ങും കൈകാര്യം ചെയ്തിരുന്ന ചെറുപ്പം ജീവിത പ്രാരാബ്ധത്തിൽ തൊഴിൽ തേടിയിറങ്ങിയപ്പോൾ കലാജീവിതം വഴിയടഞ്ഞു. മരപ്പണിയായിരുന്നു വർഷങ്ങളോളം. കോവിഡ് കാലമായതോടെ ജോലി തീരെ കുറഞ്ഞു. തൊഴിൽ പ്രതിസന്ധി നേരിട്ടു. 2 വർഷം മുൻപാണ് തോട്ടയ്ക്കാട് അമ്പലക്കവലയ്ക്ക് സമീപം സത്യൻ തൻ്റെ പെട്ടിക്കട തുടങ്ങുന്നത്. ഇടയ്ക്കുള്ള ഇടവേളകളിൽ ചിത്രരചനയെ ഒപ്പം കൂട്ടും. അങ്ങനെ വരകളിലൂടെ പെട്ടിക്കട ഒരു വരക്കടയായി. ചിത്രങ്ങൾ വരച്ച് കടയിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതോടെ പടം വരച്ചു നൽകാൻ ആവശ്യക്കാരുമെത്തി. കടയിട്ടതിന് ശേഷം ഇപ്പം ഈ വരച്ച ഈ പഠിച്ചായിട്ടുള്ള ആ തൊഴിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് അതിങ്ങനെ വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി. കച്ചവടത്തിൻ്റെ ഒരു കുറവ് ചില സമയങ്ങളിലെല്ലാം എപ്പോഴും ഒരുപോലെ അല്ലല്ലോ. ചില സമയങ്ങളിലൊക്കെ അതുപോലെ കുറവായിട്ട് തോന്നുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കാണ്ടല്ലോ എന്ന് വെച്ച് വീണ്ടും വരയ്ക്കാനായിട്ട്. ഇത് ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുമോ അതോ എങ്ങനെയാ? ആവശ്യക്കാർ വരുമല്ലോ. ആവശ്യക്കാരെന്നാകുമ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വരയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിരുന്നു. വരച്ചപ്പോൾ പോകുന്നവരും ഇത് കാണുകയൊക്കെ ചെയ്ത് ഒരുപാട് വർക്കുകൾ എനിക്ക് കിട്ടി. അതായത് പ്രായമായവരുടെയും മറ്റുള്ള കുട്ടികളുടെ ഇതുപോലുള്ള ഒത്തിരി ഫോട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ചിത്രങ്ങൾ പോലെ സത്യൻ ചേട്ടൻ്റെ സ്വപ്നങ്ങൾക്കും ഇപ്പോൾ നല്ല തിളക്കമാണ്. ചിത്രങ്ങൾ വരച്ചു നൽകാൻ ഒരു കടയിടണം. അതിനുള്ള ഒരുക്കത്തിലാണ് ഈ ചിത്രകാരൻ. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. നിരപരാധിയായ യുവാവിനെ മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ കച്ചേരിത്താഴം ഗാന്ധി സ്ക്വയറിൽ ഉപവാസ സമരം നടത്തി. മനുഷ്യാവകാശ പ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ MJ ഷാജിയാണ് പ്രതീകാത്മകമായി മനുഷ്യക്കോലം മടിയിൽ കിടത്തി പ്രതിഷേധ സമരം നടത്തിയത്. രാവിലെ 10:30 തുടങ്ങിയ ഉപവാസ സമരം വൈകിട്ട് വരെ തുടർന്നു. ആളുമാറി മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. യുവാവിനുണ്ടായ മാനനഷ്ടത്തിന് കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകണമെന്ന് MJ ഷാജി ആവശ്യപ്പെട്ടു. ഇതിനു മുൻപും നിരവധി ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായിട്ടുണ്ട് MJ ഷാജി. മൂവാറ്റുപുഴ പെരുമ്പല്ലൂർ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് മോഷണക്കുറ്റം ആരോപിച്ച ആളുമാറി കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിലെടുത്ത ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ആ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ മൂവാറ്റുപുഴ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഈ സമരത്തിലൂടെയുള്ള ആവശ്യം. ഇത് രാവിലെ 10:30 തുടങ്ങിയ ഒരു ഉപവാസ സമരമാണ്. വൈകിട്ട് 4:30 ഇത് അവസാനിക്കും. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. ഒരു അടിയേറ്റ് ഒരു മനുഷ്യക്കോലമാണിത്. അവശതയായി കിടക്കുന്ന മനുഷ്യക്കോലം ഞാൻ മടിയിൽ കിടത്തിക്കൊണ്ടാണ് ഈ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നത്. പൈക അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയുടെയും ലയൺസ് ക്ലബ്ബ് സെൻട്രലിൻ്റെയും നേതൃത്വത്തിൽ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ വകുപ്പിൻ്റെ ഓണം ഖാദിമേള പൈക നരിത്തൂക്കിൽ ആർക്കേഡിൽ ആരംഭിച്ചു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക മേള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് അംഗം KS രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഖാദി ബോർഡ് അംഗം സാജൻ തൊടുക മുഖ്യപ്രഭാഷണം നടത്തി. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട് ആദ്യ വിൽപ്പനയും എലിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി ജോയ് കുന്നേൽ സമ്മാന കൂപ്പണിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ജോസ് ടോം
പ്രസാദ് കൊണ്ടുപറമ്പിൽ, മാത്തച്ചൻ നരിത്തൂക്കിൽ, തോമസ് കുട്ടി വട്ടക്കാട്ട്, ഖാദി ജില്ലാ പ്രോജക്ട് ഓഫീസർ ജെസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഖാദി തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും സെപ്റ്റംബർ 4 വരെ സംസ്ഥാനത്തെ എല്ലാ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിൽ നിന്നും ലഭിക്കും. ഖാദി ഷർട്ട്, മുണ്ടുകൾ, തോർത്ത്, ജൂട്ട് സിൽക്ക് സാരി, കുപ്പടം സാരി, കോട്ടൺ സാരി, ചുരിദാർ സെറ്റുകൾ, ബെഡ്ഷീറ്റ്, ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, മരച്ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, പശ തുടങ്ങിയവയും മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ നൽകും. മേള ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. ഗാന്ധിയൻ പോളിസി മാറിയതുകൊണ്ടാണോ അതോ നമ്മുടെ ഖാദി ബോർഡിന്റെ തുണിയുടെ വിൽപ്പനയുടെ കുറവുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇന്ന് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടുന്നവര് കുറവായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഏത് ബിസിനസ്സിലാണെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു പുരോഗതി ഉണ്ടാകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ഖാദി ബോർഡ് നടത്തണം. നമ്മൾ ലാഭത്തിലല്ല വില കുറച്ച് വിറ്റതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള തുണികളിൽ മാറ്റം വരുത്തി ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കോട്ടയം ചിങ്ങവനത്ത് പേപ്പർ മില്ലിലെ യന്ത്രത്തിൽ കുരുങ്ങി തലയിടിച്ച് വീണ് യുവതിക്ക് ദാരുണാന്ത്യം. മില്ലിലെ സൂപ്പർവൈസർ പനിച്ചിക്കാട് നെല്ലിക്കൽ സ്വദേശിനി ബിനുവാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. ചിങ്ങവനം ചന്തക്കവലയിലെ സെൻറ് മേരീസ് പേപ്പർ മില്ലിലായിരുന്നു അപകടം. ജോലിക്കിടെ ഷോൾ മില്ലിലെ മെഷീനിൻ്റെ ബെൽറ്റിൽ കുടുങ്ങി ബിനു മറിഞ്ഞു വീഴുകയായിരുന്നു. തലയിടിച്ചാണ് ഇവർക്ക് പരിക്കേറ്റത്. ജീവനക്കാർ ചേർന്ന് ഇവരെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. കേരള കോൺഗ്രസ് എം കഞ്ഞിക്കുഴി മണ്ഡലം കൺവെൻഷനും അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ അനുസ്മരണവും നടന്നു. കഞ്ഞിക്കുഴിയിൽ നടന്ന പരിപാടി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ബാവച്ചൻ പെരുവിലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ആശംസ അറിയിച്ച് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല, ഷിജോ തടത്തിൽ, KN മുരളി, ജോമോൻ പുടിപ്പാറ, TP മൽക്ക, CK രാജു, ജോർജ് അമ്പഴം, ബിജു കാനം എന്നിവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ഭരണത്തിലും പ്രതിപക്ഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും കൂടുതൽ മാനസാമ്യഭാവമുള്ള പൈതൃകത്തെയും ഈ സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവർ നമ്മളെ പടിവാളത്തിൽ നിന്ന് താഴെ ഇറക്കിയെന്ന് മാത്രമല്ല പടി അടച്ച് പുറത്തിറക്കി. പെരുവഴി നിൽക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നവരല്ലോ, ഞാൻ നേരായി ഒരുമിച്ചാണ് അവിടെ ചായ കുടിച്ചിട്ടുള്ളത്. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ചായക്കാരുടെ ചുറ്റും കൂടി ഞാൻ വികാരപരമായിട്ട് സംസാരിച്ചു. അതിൽ കൂടെ കണ്ണുനീർ വന്നു. ആത്മാർത്ഥയോടെ സ്നേഹിച്ച് പ്രവർത്തിച്ചു വന്ന മുന്നണി പ്രവർത്തനവും പാർട്ടിയും പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ, മാനസാന്റെ അഭാവം, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഈ പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ വഴിയാതാവില്ല. മാനസാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ പാർട്ടിയെ വഴിയാതാക്കാൻ സാധിക്കുമെന്നൊരിക്കലും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന വാക്ക് എന്റെ അർത്ഥമായിരുന്നു. CIT ഓഫീസിന് മുകളിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂവാറ്റുപുഴ ആവോലി ഗ്രാമപഞ്ചായത്തിന് സമീപം പ്രവർത്തിക്കുന്ന ആവോലി ടിംബർ യൂണിയൻ CITUവിൻ്റെ ഓഫീസിൻ്റെ മുകൾ നിലയിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസിയായ കടുവാക്കുഴി ശശി എന്നയാളാണ് മരിച്ചത്. ഈ ഓഫീസിൽ സ്ഥിരമായി താമസിച്ചു വരുന്ന ആളാണ് ശശി എന്ന് പറയുന്നു. കുടുംബവുമായി ബന്ധമില്ലാതെ താമസിക്കുന്ന ആളാണ്. വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.